ചായ കുടിക്കുന്നതുകൊണ്ടോ കാപ്പി കുടിക്കുന്നതുകൊണ്ടോ മാത്രം നിങ്ങളുടെ പല്ലുകൾ മഞ്ഞ നിറാവില്ല. അതിന് കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പല്ലുകളുടെ സ്വാഭാവികമായിട്ടുള്ള ജനറ്റിക്കലി ആയിട്ടുള്ള കളർ യെല്ലോ ആവാം. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പല്ലുകളുടെ ഇനാമൽ, അതായത് പുറത്തുള്ള കട്ടിയുള്ള ഇനാമൽ ലെയർ തേയ്മാനം സംഭവിച്ച് നിങ്ങളുടെ ബ്രഷിംഗ് കൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ്സ് കൊണ്ടോ തേയ്മാനം സംഭവിച്ചു പോയി അകത്തുള്ള ഡെന്റിൻ ലെയർ പുറത്ത് കണ്ട് അങ്ങനെ യെല്ലോ കളർ ആവാം. അടുത്തൊരു കാരണം എന്ന് വെച്ചാൽ സ്റ്റെയിനിങ്, അതായത് നിങ്ങളുടെ പല്ലുകൾക്ക് നമ്മളൊരു കളർ പിടിക്കുക. അതിന് ചായയും കാപ്പിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഫുഡിലുള്ള ചെയിൻ ഉണ്ടാവുന്ന കളേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞപ്പൊടി പോലത്തുള്ള കാര്യങ്ങൾ ഉണ്ടാവാം ഫുഡിലുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന ഫിസി ഡ്രിങ്ക്സ് അതുണ്ടാവാം. പിന്നെ ഗ്രൗണ്ട് വാട്ടർ, അതായത് ഇപ്പൊ നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ മിനറൽസ് ഒക്കെ കാരണം നമുക്ക് ബ്ലാക്ക് കളറിലോ യെല്ലോ കളറിലോ സ്റ്റെയിൻസ് ഉണ്ടാവാം. അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ്, ഇതെല്ലാം കാരണം നമുക്ക് സ്റ്റെയിൻസ് ഉണ്ടാവും. ഇതിനെന്താണ് ഈ പറഞ്ഞ പോലെ മഞ്ഞ പല്ലിന് നമുക്കൊരു പ്രതിവിധി ഉള്ളത്? അതിനുള്ള പ്രതിവിധിയാണ് ലേസർ അസിസ്റ്റഡ് ടീത്ത് വൈറ്റനിങ്. ലേസർ ഉപയോഗിച്ച് നമ്മുടെ പല്ലുകൾ ടീത്ത് വൈറ്റനിങ് ഏജൻസിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മഞ്ഞ നിറത്തിലുള്ള പല്ലുകളെ നല്ല വൈറ്റ് കളറിൽ ആക്കാൻ പറ്റും. ഒരു സിറ്റിംഗ് കൊണ്ട് തന്നെ നിങ്ങളുടെ ഷെയ്ഡുകൾ, പല്ലിന്റെ ഷെയ്ഡ് ഒരു 2-3 ഷെയ്ഡിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ലേസർ ടീത്ത് വൈറ്റനിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈറ്റ് എന്ന് കമന്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി തന്നെ വൈറ്റിങ്ങിനെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുകയും ചെയ്യാം.